Hi all, Assalamu alaikum. Hope you guys are doing good and great. So welcome back to my channel. അപ്പോൾ എൻ്റെ DMസിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഈവൻ ഔട്ട്ഫിറ്റിൻ്റെ കാര്യമായാലും നിക്കാഹിൻ്റെ കാര്യമായാലും എല്ലാത്തിൻ്റെയും ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എന്തായാലും ആയിട്ട് ചെയ്യുമ്പോഴാണ് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുക. കാരണം ഇൻസ്റ്റയിലായാലും ഇതിലായാലും ഷോർട്സ് ആയിട്ട് ഇടുമ്പോൾ ഇറ്റ് വോണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വാട്ട് എവർ എല്ലാവരും ചോദിച്ചതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ബീൻ സോ ലോങ് എൻ്റെ യൂട്യൂബിൽ ഒരു നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ഒന്നാമത് ഞാൻ പറയാം. ഇവിടെ UK എത്തിയതിന് ശേഷം ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫോർ മീ ഐ വുഡ് സേ. കാരണം നാട്ടിൽ നിന്ന പോലെ ഈവൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായാലും എനിക്ക് ഒത്തിരി ടൈമും കാര്യങ്ങളും കിട്ടിയിരുന്ന ഒരു വീഡിയോ ചെയ്യാനും നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷൂട്ടിന് പോകാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തന്നെ കുറച്ചും കൂടെ സുഖമായിരുന്നു നാട്ടിൽ. ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു നാട്ടിലായ സമയത്ത് ഒന്നാമത് നമ്മളെ പാരൻസും കാര്യങ്ങളും അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമ്പോൾ ഇറ്റ് വാസ് ഓൾവേസ് ഈസി ഫോർ എവറിതിങ് ഐ വുഡ് സേ. ഓക്കെ, ഇവിടെ ഈസി അല്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇവിടെ ഒന്നാമത് ഒറ്റക്കാണ്. സോ ഈവൻ ഇഫ് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യണം. നാട്ടിലാവുമ്പോൾ നമുക്ക് ഓടി ചെല്ലുമ്പോൾ നമ്മളെ പാരൻസ് കാര്യങ്ങൾ തൊട്ടടുത്ത് ഉമ്മ ഉപ്പ അനിയൻ അനിയത്തി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ എല്ലായിടത്തും എല്ലാവരും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. എല്ലാത്തിനും വി ഫീൽ ലൈക്ക് അവർ പീപ്പിൾ വിൽ ബി അറൗണ്ട് അസ് ഓൾ ദ ടൈം. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എനിക്കറിയില്ല, കഴിയാത്ത ദൂരത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ടാകും. നമ്മൾ UK വന്നതിന് ശേഷം ഇറ്റ് വാസ് ബിറ്റ് ഡിഫറെൻറ്റ്. എന്താ പറയുക, എല്ലാം ഉണ്ട്, പക്ഷേ എല്ലാത്തിനും നമ്മൾ എന്താ പറയുക ഒറ്റയ്ക്ക് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള ടേമൊക്കെ വരുന്നത്. അപ്പോൾ UK വന്നതിന് ശേഷം എന്താ പറയുക എല്ലാം സ്വയം ചെയ്യാനും എന്താ പറയുക, യെസ് ഐ വുഡ് സേ UK ഡിഡ് ചേഞ്ച്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്. സത്യം പറയാലോ, എന്താ പറയുക, ഇപ്പോൾ ഒരു കാര്യം ലൈഫിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാനോ ഒന്നിനും നിൽക്കാറില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്ത് തീർക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രയോറിറ്റി ആയിരിക്കും അത് ചെയ്ത് തീർക്കുക. നമ്മൾ തന്നെ ഉണ്ടാകുള്ളൂ നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ. ദർ വിൽ ബി നോ വൺ ടു ഹെൽപ്പ് യു അറ്റ് ഓൾ, ടു ബി ഓണസ്റ്റ്. ഉണ്ടാകും, ഞാൻ നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത്. ഇറ്റ് ഈസ് നമ്മൾ തന്നെ നമ്മളുടെ കാര്യം നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെയാണ് ഇവിടെ. ഈവൻ നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എല്ലാവരുടെ വർക്ക് ഷെഡ്യൂളും കാര്യങ്ങളും. എന്താ പറയുക, കമ്പയർഡ് ടു ഐ തിങ്ക് ഐം നോട്ട് ഷുവർ, എനിക്ക് ഇവിടുത്തെ അറിയുള്ളൂ. നാട്ടിലൊക്കെയാണ് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓഫ് എന്നുള്ള രീതിയിൽ ഉള്ള സംഭവമാണല്ലോ. പക്ഷെ ഇവിടെ വർക്ക് ഷെഡ്യൂളും കാര്യങ്ങളും പലരും പല ജോലികളും പല സെക്ടറിലും പല ലീവിലും ഓഫിലും ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഫാമിലി മീറ്റപ്സോ കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ അങ്ങനെയാണ് സംഭവം. ഓക്കെ, ഐ നോ ദിസ് ഇസ് എൻ്റെ നിക്കാഹിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഐ ഡോണ്ട് നോ വൈ ഐ എം സ്പീക്കിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. റീസൺ ആക്ച്വലി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. മൺഡേ ടു ഫ്രൈഡേ ആണ് ഞാൻ വർക്ക് ചെയ്യാറ്. അപ്പോൾ സാറ്റർഡേ സൺഡേ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടും തന്നെ എനിക്ക് ഒത്തിരി ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല. സോ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ എന്താണ് ഞാൻ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നും അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ എന്തായാലും പിന്നെ ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഹൗ ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ മൈ നിക്കാഹ്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തത്, എവിടുന്നൊക്കെയാണ് എല്ലാം, വാട്ട് ഹാപ്പൻഡ്, എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കുഞ്ഞു കുട്ടി വീഡിയോ ഒന്നും എനിക്കറിയില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഐ വുഡ് മേക്ക് ഇറ്റ് ഷോർട്ട് ആസ് മച്ച് ആസ് ഐ ക്യാൻ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. കമ്മിങ് ടു മൈ നിക്കാഹ്. സത്യം പറഞ്ഞാൽ എൻ്റെ നിക്കാഹ് പെട്ടെന്നായിരുന്നു നിക്കാഹായത്. ഇനി എന്തെങ്കിലും പറഞ്ഞത്. ഓക്കെ, നിക്കാഹ് ആക്ച്വലി പ്ലാൻഡ് അല്ലായിരുന്നു. നമ്മൾ എൻഗേജ്മെൻറ്റ് എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു നമ്മൾ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എൻഗേജ്മെൻ്റ് ആണ്, എല്ലാവരും വരണം. ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും എല്ലാവരും നമ്മൾ ഈവൻ എല്ലാവരുടെ അടുത്തും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ നുസൈഫ് പുള്ളിക്കാരനായാലും എനിക്കായാലും ഞാൻ ഇവിടെ പുള്ളിക്കാരൻ അവിടെ എപ്പോഴും കാണാറില്ല, എപ്പോഴും മീറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒപ്പം നാട്ടിലേക്ക് വരുന്നൊരു സമയം വരാറില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നതുകൊണ്ട് ഫാമിലി തീരുമാനിച്ചു
എൻ്റെ ഉപ്പയും അവരുടെ ഉപ്പയും നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചു ലൈക്ക് ഇങ്ങനെ വേണ്ട, നമുക്ക് എന്തായാലും എൻഗേജ്മെൻറ്റ് മാറ്റിയിട്ട് നിക്കാഹാക്കാം, ലെറ്റ് മേക്ക് ഇറ്റ് ലൈക്ക് ഹലാലാക്കാം. ലൈക്ക് എന്തിനാ വെറുതെ യുനോ നീട്ടിക്കൊണ്ടേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് എൻഗേജ്മെൻ്റ് ആയാലും നിക്കാഹായാലും ലൈക്ക് നിക്കാഹാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വന്നു. സോ ഐ വാസ് എൻറ്റയർലി ലൈക്ക് ഞാൻ എല്ലാം പ്ലാൻ ചെയ്യുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഗൗൺ അങ്ങനെ ആവണം, എൻ്റെ ജ്വല്ലറി ഇതാവണം, എൻ്റെ വാക്കിംഗ് ആയില്ല അതാവണം. സത്യം പറഞ്ഞാൽ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ A to Z ഐ വാസ് പ്ലാനിങ് ഫോർ ദ ഹോൾ മന്ത് ഐ വുഡ് സേ. പറഞ്ഞാൽ ആ ടൈമിലാണ് ഞാൻ മറ്റുള്ള 2-3 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കല്യാണം നിക്കാഹെല്ലാം കാണുന്നത്. ഐ ഡോണ്ട് നോ വിച്ച് ഇവൻറ്റ് ഷുഡ് ഐ ഗീവ്, ഐ ഡോണ്ട് നോ വിച്ച് ജ്വല്ലറി ബ്രാൻഡ് ഓർ അല്ലെങ്കിൽ ഏത് ആൾക്കാർക്കാണ് കസ്റ്റമൈസ് ചെയ്യാൻ ഡ്രസ്സ് കൊടുക്കുക ഒന്നും അറിയില്ല. കാരണം എൻഗേജ്മെൻറ്റ് ഇസ് ഡിഫറെൻറ്റ്, നിക്കാഹ് ഇസ് ഡിഫറെൻറ്റ്. എൻഗേജ്മെൻറ്റ് നമ്മളൊരു കുഞ്ഞു പരിപാടിയാക്കി ചെയ്താലും ഇറ്റ്സ് ജസ്റ്റ് എൻ എൻഗേജ്മെൻറ്റ്. അത് ലൈക്ക് ഐ നോ ഈച്ച് ആൻഡ് എവറി ഫങ്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര വലുതായിട്ടൊന്നും ചെയ്യില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഫാമിലീസ് കമ്മിങ് യുനോ ദേ ആർ ട്രൈങ് ടു ഗെറ്റ് ടു നോ ഈച്ച് അതർ ആൻഡ് ജസ്റ്റ് യുനോ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് എൻഗേജ്മെന്റ് ഇസ്. അപ്പോൾ എന്നാലും ബട്ട് സ്റ്റിൽ ഐ ഹാഡ് എ സ്മോൾ പ്ലാൻ ഹൗ ഐ യൂസ് ടു ഹാവ് ലൈക്ക് എനിക്ക് ഒരു കുട്ടി പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ അങ്ങനെ ആവണം എൻ്റെ എൻഗേജ്മെന്റ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ nikah is entirely different. Nikah is actual proper marriage in our Muslim culture. So എനിക്കത് നിക്കാഹ് എന്ന് പറയുമ്പോൾ ഐ വാസ് റിയലി ലൈക്ക് എനിക്ക് ഓൾറെഡി എല്ലാത്തിലും എൻ്റെ ലൈഫിൽ ഇൻഷാല്ലാ ലൈക്ക് നമുക്ക് കുഞ്ഞിലേ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ. നിക്കാഹ് ഇങ്ങനെ ആവണം, എൻ്റെ കല്യാണം എങ്ങനെ ആവണം, എൻ്റെ വെഡ്ഡിങ് ലുക്ക് ഇങ്ങനെ ആവണം. ലൈക്ക് നമുക്ക് ഓൾറെഡി അങ്ങനത്തെ പ്ലാൻസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഓൾറെഡി എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ നിക്കാഹിനെ കുറിച്ച്. ലൈക്ക് എൻ്റെ ഒരു ഫംഗ്ഷനെങ്കിലും കുറച്ച് ലൈക്ക് നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സ് മാത്രം ഉണ്ടായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിട്ട് നമ്മൾ മാത്രം ലൈക്ക് ഐ വുഡ് സേ ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് എന്നുള്ള രീതിയിൽ ഒരു ഫംഗ്ഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നിക്കാഹ് എൻ്റെ നടന്നത്. ഓക്കെ, സോ ഈ പ്ലാൻ മാറിയ സമയത്ത് എനിക്കറിയില്ല ഞാൻ കുറച്ച് ലാഗ് ആക്കുന്നുണ്ടോ എന്ന്. എല്ലാവരും ക്ഷമിക്കണം, കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. പക്ഷേ ദിസ് ഇസ് ലൈക്ക് ഷുഡ് ഇഫ് ഇറ്റ് വീഡിയോ ഒത്തിരി വലുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ കട്ട് ആൻഡ് ഐ വിൽ പോസ്റ്റ് ദ പാർട്ട് 2. ഓക്കെ, സോ നിക്കാഹ് ആയ സമയത്ത് ലൈക്ക് ലിറ്ററലി ഐ വാസ് ഹാവിങ് ലൈക്ക് ഞാൻ 2 വീക്സിനുള്ളിൽ തിരിച്ച് നാട്ടിലേക്ക് ലൈക്ക് ഞാൻ വരികയാണ്. ഈ 2 വീക്ക് കൊണ്ട് ഐ ഷുഡ് ഫൈൻഡ് എ വെന്യൂ, I should find the event planners who's gonna do my event, and I should stitch my dress, I should set the jewelry, each and everything, and even the and വീട്ടുകാർക്കുള്ള dress code, color code, and what should we do when and how. And എൻ്റെ പുള്ളിക്കാരൻ്റെ വീട് എന്ന് പറയുമ്പോൾ കണ്ണൂരാണ്. So we should choose a proper time at what time we should host the event. And A to Z I was like literally സത്യം പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ആ ടൈമിൽ. കാരണം ഒന്നാമത് നമ്മളൊക്കെ കൺസെപ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ആവണം അങ്ങനെ ആവണം. എൻ്റെ ഇത്തത്തെ നിക്കാഹിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഐ ഡു റിമെമ്പർ ഞാൻ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് വി കുഡ് ഡു എവറിത്തിങ്. ലൈക്ക് ഞാൻ പുള്ളിക്കാരി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കല്യാണത്തിന് ഒന്നാമത് ഞാൻ നാട്ടിലില്ല, ഇൻ പേഴ്സൺ ഞാൻ നാട്ടിലില്ല. ഞാൻ നാട്ടിലെത്തി ലിറ്ററലി 5ാമത്തെ 6ാമത്തെ ദിവസമാണ് എൻ്റെ നിക്കാഹ്. സോ ഐ ഡു നീഡ് ടു ഹാവ് എ ട്രയൽ, ഐ ഡു നീഡ് ടു ഹാവ് ലൈക്ക് ഇൻ പേഴ്സൺ പോയിട്ട് നമുക്ക് ജ്വല്ലറി സെറ്റ് ചെയ്യണം, അത് ഭംഗിയുണ്ടോ, അത് ഓൾറെഡി ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ ആസ് എ ബ്രൈഡ് എന്നുള്ള രീതിയിൽ ഐ നോ ഇഫ് എനി ബ്രൈഡ്സ് വാച്ച് ലൈക്ക് ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ടെൻസ്ഡേക്കും നമ്മുടെ എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആ ഒരു ദിവസം എത്തുന്ന വരെ നമ്മൾ ടെൻഷൻ പോകില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, എൻ്റെ ഒരു ഡിസൈനിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഫാമിലിക്ക് കഴിയും. ബട്ട് സ്റ്റിൽ ലൈക്ക് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ നമ്മൾ ഇൻ പേഴ്സൺ നാട്ടിൽ വേണം, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ആ സ്ഥലത്ത് വേണം. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, സോറി ഞാൻ അവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവൻറ്റിൻ്റെ സമയത്താണ് ഞാൻ 2-3 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കല്യാണം കാണുന്നത്. സോ അതിലൊരു ഇവൻറ്റ് ഇറ്റ് ജസ്റ്റ് വാസ് ലൈക്ക് ഓണസ്റ്റ്ലി ഭയങ്കര അടിപൊളി. അവർ ചെയ്ത വർക്ക്സ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അടിപൊളി. ലൈക്ക് എല്ലാം കൊണ്ടും ആ പേജ് ഭയങ്കര ഇറ്റ് ജസ്റ്റ് ഗോട്ട് മൈ ഐ വുഡ് സേ. അപ്പോൾ കണ്ടപ്പോൾ അവരുടെ പേജ് എടുത്ത് നോക്കി, ഐ ജസ്റ്റ് കോൺടാക്റ്റഡ് ദം. ദിസ് വീഡിയോ ജസ്റ്റ് കോൺടാക്റ്റഡ് ദം. ഞാൻ പറഞ്ഞു എൻ്റെ നിക്കാഹ് ഉണ്ട്, സോറി ഫസ്റ്റ് ഞാൻ കോൺടാക്ട് ചെയ്തത് എൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ട് എന്നിട്ടാണ് കോൺടാക്ട് ചെയ്തത് പുള്ളിക്കാരനെ.
അപ്പോൾ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്ത് എൻഗേജ്മെന്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തുടങ്ങി, നമ്മൾ വർക്ക് ഓൺ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്, അത് ഇത് എൻ്റെ ഡെക്കോറും കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പുള്ളിക്കാരൻ ഓരോ റെഫറൻസ് കാര്യങ്ങളും ഓരോ ദിവസം സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ഡ്രീം വെഡിങ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, ലൈക്ക് ഐ വുഡ് ജസ്റ്റ് പുട്ട് എവറി ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ക്യാപ്ഷൻ്റെ താഴെ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യാൻ ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇഫ് എനി വൺ ഈസ് ലുക്കിംഗ് ഫോർ അല്ലെങ്കിൽ നല്ലൊരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇതുവരെ എന്താ പറയുക എൻഗേജ്മെൻറ്റിൻ്റെ ഡെക്കോറും കാര്യങ്ങളും കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ ഫർഷിദ്, എൻഗേജ്മെന്റ് എന്നുള്ളത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്, അത് നിക്കാഹായിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനും സ്റ്റക്കായിരുന്നു ആ ടൈമിൽ. കാരണം ഞാൻ പറയുമ്പോൾ കാരണം പെട്ടെന്ന് വിളിച്ചിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആർക്കായാലും എന്താ ചേച്ചി ഉണ്ട് കുഴപ്പമില്ല, ഓക്കെ, ആർക്കായാലും ഒരു ആർക്കായാലും ഒരു ഷോക്ക് ഉണ്ടാവുമല്ലോ. കാരണം ഇതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ഫംഗ്ഷൻ. സോ പെട്ടെന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ ഇങ്ങനെ കഴിയില്ലല്ലോ. ബട്ട് ഓക്കെ, പുള്ളിക്കാരൻ ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ലൈക്ക് എൻ്റെ പ്ലാൻസ് ഫ്രോം ദ ഫസ്റ്റ് വീണ്ടും നമ്മൾ ചെയ്യാൻ തുടങ്ങി, വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് അങ്ങനെ ആവണം, ഇതിങ്ങനെ ആവണം, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഐ നീഡ് മൈ ഡെക്കോ ടു ബി ലൈക്ക് ദിസ്, ഐ നീഡ് എ ബിഗ് മിറർ, ഐ നീഡ് ഐ ലൈക്ക് ദിസ്, ഐ നീഡ് അതാവണം, എൻ്റെ സീറ്റിംഗ് ഒക്കെ ഇങ്ങനെ ആവണം, എൻ്റെ ടേബിൾ സെറ്റിംഗ് ഫോർ ദ ഫുഡ് സെക്ഷൻ ഇറ്റ് ഷുഡ് ബി ആഫ്റ്റർ ലൈക്ക് ഈ ഒരു സെക്ഷൻ ചെയറിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് me 1 second. എൻ്റെ ഫുഡ് സെക്ഷൻ ലൈക്ക് ഇതിൻ്റെ ബാക്കിലാവണം, എൻ്റെ അയൽ ഇവിടെ ആവണം, മീൻസ് പിന്നെ ആൾക്കാർക്ക് സീറ്റ് ഇരിക്കാനുള്ള സീറ്റിങ് ഇതിൻ്റെ സൈഡിലാവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. പിന്നെ എൻ്റെ മെയിൻ സ്റ്റേജ് ഷുഡ് ബി സംതിങ് ലൈക്ക് ഞാൻ ഒത്തിരി ഡെക്കോർ മാറ്റി മാറ്റി കളിക്കും. ലൈക്ക് പുള്ളിക്കാരൻ ലാസ്റ്റ് പറയും നീ ഒന്നിലൊന്ന് ഉറച്ച് നിൽക്കുക. ഒന്നാമത് എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ എല്ലാ ഡെക്കോറും ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുക. സോ ഐ സെൻഡ് ഹിം ലൈക്ക് ഐ വുഡ് സെറ്റ് ലോട്ട്സ് ഓഫ് പിക്ചേഴ്സ് ഫോർ റെഫറൻസ് ഐ വുഡ് സെ. പിന്നെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ ലൈക്ക് മെയിൻ സ്റ്റേജ് സംതിങ് ദാറ്റ് ഷുഡ് ബി കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു എനിക്കറിയില്ല, ഐ ഫെൽറ്റ് ലൈക്ക് അത് കുറച്ചും കൂടെ ഒരു വേറൊരു സ്റ്റൈലിൽ വേണം. എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയറിലോ റെക്ടാങ്കിളിലോ ടൈപ്പിലുള്ള ഡെക്കോറോ കാര്യങ്ങൾ വേണ്ട. ഐ നീഡ് സംതിങ് കുറച്ചും കൂടെ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടും എസ്തെറ്റിക് ആയിട്ടും കുറച്ചും കൂടെ ഭയങ്കര റോയൽ ആയിട്ടും ലൈക്ക് ഇറ്റ് ഷുഡ് ഹാവ് എവറിത്തിങ്. ഐ ഡോണ്ട് നോ ടു സേ ലൈക്ക് ഇറ്റ് ഷുഡ് ഫീൽ ലൈക്ക് എവറിത്തിങ്. ആ ഒരു ഭംഗി, ഒത്തിരി ആർഭാടം എന്നല്ല ലൈക്ക്, പക്ഷെ അത് കാണുമ്പോൾ ഒരു ഭംഗി വേണം, ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പോയപ്പോഴാണ് ഒരു റെഫറൻസ് പുള്ളിക്കാരൻ അയച്ചു കൊടുത്തത്. സോ ഐ വാസൻ ഷുവർ ലൈക്ക് അത് ചെയ്യാൻ പറ്റുമോ, ലൈക്ക് എനിക്ക് പേടിയുണ്ടായിരുന്നു പുള്ളിക്കാരൻ അത് ചെയ്യുമോ ഇല്ലേ, അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ അത് ഏറ്റെടുത്ത് ഐ വുഡ് ടേക്ക് ദിസ്, നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, നീ എൻ്റെ കയ്യിലാണ് ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. സോ A to Z നിനക്ക് നിൽക്കാൻ കഴിയണ വരെ നിനക്ക് എന്തുണ്ടെങ്കിലും യു കുഡ് ജസ്റ്റ് കോൺടാക്ട് മീ ആൻഡ് ഐ വുഡ് മേക്ക് ദിസ് വാട്ട് എവർ, ലൈക്ക് നിൻ്റെ മനസ്സിലുള്ളത് എന്താണോ അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ ഓരോ പുതിയ ഐഡിയാസും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ബിക്കോസ് ഹി ഓൾറെഡി ന്യൂ ലൈക്ക് എൻ്റെ മുന്നിൽ ഇനി ലിറ്ററലി ബാക്കി ഐ തിങ്ക് 1 week മോർ ഉണ്ട് നിക്കാഹിൻ്റെ ടൈമിൽ. ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം ഒരു 4-5 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത് ലൈക്ക് ഐ വുഡ് സേ ഹി വാസ് വിത്ത് മീ ലൈക്ക് എൻ്റെ ഒരു കുട്ടി അനിയനെ പോലെ, ലൈക്ക് ഹി ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു അവൻ ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യാൻ ലൈക്ക് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഈവൻ ഞാൻ പ്രോപ്പർട്ടി പോയി കണ്ട സമയത്ത് ലൈക്ക് എൻ്റെ വെന്യൂ ഐ വാസ് പ്ലാനിങ് ടു ഡു ലൈക്ക് തിരൂരിലൊരു വെന്യൂ ഉണ്ട്, കൊയർ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, കൊയർ റിട്രീറ്റ് ഇഫ് ഐ എം നോട്ട് റോങ്, യാ. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ അവിടുന്ന് തന്നെ അവൻ സജസ്റ്റ് ചെയ്താണ് ഈ ഒരു വെന്യൂ. ബട്ട് അത് അവിടുത്തെ ഫസ്റ്റ് ഇവൻ്റ് ആണ് ആ ഒരു പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് നടക്കണേ. ഓണസ്റ്റ്ലി ഐ വാസൻ ഷുവർ ഇഫ് എൻ്റെ നിക്കാഹ് അവിടെ വെച്ച് നടത്തണോ എന്ന് എനിക്കൊരു ഞാൻ ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു അവിടെ വെച്ച് നടത്തണോ വേണ്ടേ, ലൈക്ക് നമ്മളവിടെ പോകും, ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇടാം. ഞാൻ അവിടെ പോയിട്ട് വീണ്ടും തിരിച്ചു വരും, വീണ്ടും പോകും. എന്നിട്ട് പിന്നെ ഒരു വിഷയം എൻ്റെ പാരൻസ് ഒക്കെ ലാസ്റ്റ് മൊമെന്റിൽ വെച്ചിട്ട് അടക്കം പറഞ്ഞു ലൈക്ക് നമ്മളുടെ ഇവന്റ് നടക്കുന്ന 4 ദിവസം 3 ദിവസം മുന്നേ അവർ പറഞ്ഞു ലൈക്ക് നോ, ഈ പ്രോപ്പർട്ടി വേണ്ട, ലൈക്ക് ഇതിവിടെ നടക്കില്ല, ഇത് റിയലി ആരും ചെയ്തിട്ടില്ല, അത് റിസ്ക് ആണ്, നിന്റെ ഇവന്റ് ആണ് അവിടെ ഫസ്റ്റ് ആയിട്ട് നടക്കുന്നത്, ഇത് നടക്കാൻ ലൈക്ക് പറ്റില്ല, ലൈക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്
നെഗറ്റീവ്സ് ആയിരുന്നു ആക്ച്വലി എൻ്റെ വീട്ടിൻ്റെ എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ അടുത്ത്. ബട്ട് ഞാൻ ഉമ്മാനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, ഉമ്മ അങ്ങനെയല്ല ഇങ്ങനെയല്ല. ലൈക്ക് എൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ, എൻ്റെ ധൈര്യം എന്ന് പറയുമ്പോൾ ഫർഷിതാണ്, ലൈക്ക് ഡ്രീം വെഡിങ് ഇവൻസിൻ്റെ ഓൾ ഇൻ ഓൾ. എൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ മാത്രമാണ് അവർ ആ ഒരു വെന്യൂ അക്സെപ്റ്റ് ചെയ്തത്. ടു ബി ഓണസ്റ്റ്, എനിക്ക് പ്രോപ്പർട്ടി കണ്ടപ്പോൾ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ആസ് യൂഷ്വൽ ഐ വാസ് ഹാവിങ് ഓൾവേസ് എ പോസിറ്റീവ് എനർജി. പ്രത്യേകിച്ച് ഫർഷിദ് എനിക്ക് തരുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. ലൈക്ക് നത്തിങ് ബാഡ് വുഡ് ഹാപ്പൻ, ലൈക്ക് നത്തിങ് റോങ് വുഡ് ഗോ ഫോർ ദിസ് എന്നുള്ള രീതിയിൽ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഐ വാസ് സോ ഷ്യൂർ. സോ അങ്ങനെ തുടങ്ങി അവിടുത്തെ പരിപാടികളും കാര്യങ്ങളും. വെൻ ഐ വെന്റ് ടു ദാറ്റ് പ്രോപ്പർട്ടി, ലൈക്ക് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പ്രോപ്പർട്ടി അവർ വിത്തിൻ 1 week, ഐ വുഡ് സേ, നോട്ട് 1 week or 2 weeks, ഐ ഡോണ്ട് നോ, ലൈക്ക് വിത്തിൻ 1 week ഐ വുഡ് സേ, ആ ഒരു പ്രോപ്പർട്ടി ദേ സ്റ്റാർട്ടഡ് ലൈക്ക് അവരുടെ വർക്ക്സും കാര്യങ്ങളും എല്ലാം എനിക്ക് വേണ്ടി അവർ സ്പീഡപ്പ് ചെയ്തു. എല്ലാ കാര്യങ്ങളും ലൈക്ക് അവന് തൊട്ടടുത്തുള്ള റെസ്റ്റ് റൂം ആവട്ടെ, അതിൻ്റെ സൈഡിലുള്ള പാത്വേ ആവട്ടെ, പിന്നെ അതിലേക്കുള്ള എൻട്രൻസ് കാര്യങ്ങൾ, അതേപോലെ എല്ലാം എനിക്ക് വേണ്ടി അവർ ലിറ്ററലി ദേ വർക്ക് സോ ഹാർഡ്. ആൻഡ് ആ ഒരു വെന്യൂ കാര്യങ്ങൾ എനിക്ക് വേണ്ടി അവർ മൊത്തത്തിൽ എല്ലാം സ്പീഡിൽ തന്നെ ചെയ്തു തീർത്തു. പിന്നെ അതിൻ്റെ തലേന്ന് ഐ തിങ്ക് ഞാനതിൻ്റെ തലേ ദിവസത്തിന് മുന്നത്തെ ദിവസം ലൈക്ക് 2 to 3 days ബിഫോർ ഐ വെന്റ് ദർ ആൻഡ് സ്റ്റിൽ അവരുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് റിയലി സ്കേർഡ്. ബിക്കോസ് 3-4 ദിവസം കഴിഞ്ഞ് അവിടെ വെച്ചിട്ടാണ് നിക്കാഹ് നടക്കാനുള്ളത്. അപ്പോൾ ആകെ ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഫർഷിദ് അപ്പോഴും ഭയങ്കര ധൈര്യം തന്നു. അപ്പോൾ അതേപോലെ തന്നെ അവിടെ പിടിച്ചു തന്നു. അൽഹംദുലില്ലാ, ഫർഷിദിൻ്റെ ലൈക്ക് ഫർഷിദ് പറഞ്ഞ പോലെ തന്നെ ഹീ ഡിഡ് എ റിയലി ഗ്രേറ്റ് ജോബ്. ലൈക്ക് ഒരു ഇവന്റ് പ്ലാനേഴ്സ് എന്ന് പറയുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഞാൻ ഇതിന് മുന്നേ ഇത്താത്തൻ്റെ ഇവന്റിൻ്റെ സമയത്ത് ഐ ഡിഡ് ഹാഡ് ആൻ ഇവന്റ് പ്ലാനേഴ്സ്. ബട്ട് ആ സമയത്ത് ഐ ഡോണ്ട് നോ, കുറച്ചും കൂടെ ഒരു ഹോപ്പ്, ലൈക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് എനർജി, ലൈക്ക് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എല്ലാം. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ പോസിറ്റീവ് എനർജി കൊണ്ട് മാത്രമാണ് എല്ലാം അടിപൊളിയായിട്ട്. ഇവൻ സത്യം പറയാം, എനിക്കൊന്ന് ചിലപ്പോൾ എന്നെക്കാളും ടെൻഷൻ അവനക്ക് കേൾക്കും. കാരണം ഞാൻ ലൈക്ക് എൻ്റെ പാരൻസ് ലൈക്ക് നോ എന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ ആപ്പാപ്പ നോ എന്ന് പറഞ്ഞു, എല്ലാവരും നോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഞാൻ അവനെ വിശ്വസിച്ച് ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. അവന് എന്നെക്കാളും ടെൻഷൻ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളും അവൻ്റെ റിസ്കിൽ എടുക്കുന്നുണ്ട്. ബട്ട് അൽഹംദുലില്ലാ, എവറിത്തിങ് ടേൺഡ് ഔട്ട് സോ ഗുഡ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എനിക്ക് അതിൻ്റെ വീഡിയോ. സോ അടിപൊളിയായിട്ട് നടന്നു. ഡെക്കോറും കാര്യങ്ങളും, വെന്യൂ വാസ് ലൈക്ക് 10 out of 10 അല്ലെങ്കിൽ 100 out of 100 ഐ വുഡ് സേ. കാരണം അത്രക്കും അടിപൊളിയായിട്ട് അവരെല്ലാ കാര്യവും ലൈക്ക് നമ്മളുടെ ഗസ്റ്റിൻ്റെ ലൈക്ക് റെസ്റ്റ് റൂം ആവട്ടെ, ഇരിക്കുന്ന സ്ഥലമാവട്ടെ, ലൈക്ക് ഓൾ ഇൻ ഓൾ the location, the view, what we could see, everything was like the best. അപ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. പിന്നെ അവിടുത്തെ പ്രോപ്പർട്ടിയുടെ മെയിൻ ആളുണ്ട്, ലൈക്ക് പ്രോപ്പർട്ടിയുടെ ഓണർ, പുള്ളിക്കാരനും പറയാണ്ടിരിക്കാൻ വയ്യ. He was so good, like the way he dealt with my parents, the way like he gave us like hope, like നമുക്കുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞത്, അതും പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി പ്രോപ്പർട്ടിയും അടിപൊളി, ഓണറും അടിപൊളി, ആൾക്കാരും അവിടുത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രോപ്പർട്ടിൻ്റെ കാര്യമൊക്കെ റെഡിയായി. നിക്കാഹിൻ്റെ കാര്യം, ഫർഷിദ ഇവൻറ്റും കാര്യങ്ങളൊക്കെ പിക്ചേഴ്സ് അങ്ങനെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. പിക്ചേഴ്സ് ലൈക്ക് അതൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ഞാൻ വിചാരിച്ച പോലെ ആ ഒരു വാക്ക് ചെയ്യുന്ന സ്ഥലത്ത് സൈഡിൽ ഫ്ലവേഴ്സും, പിന്നെ എന്താ പറയുക സ്റ്റെപ്പിൻ്റെ അവിടേതായിട്ട്, പിന്നെ അതേപോലെ അതിൻ്റെ ആ ഒരു മിറർ, ലൈക്ക് എൻ്റെ പേരും നുസുവിൻ്റെ പേരും എഴുതിയിട്ടുള്ള ആ ഒരു നിക്കാഹിൻ്റെ സംഭവം, നമ്മളുടെ വെന്യൂ കാര്യങ്ങൾ, പിന്നെ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ സീറ്റിങ്, അതേപോലെ ഡെക്കോർ, അതേപോലെ ഇത് അടിപൊളിയായിട്ട് നടന്നു. ഇനി കമ്മിങ് ടു ദ ഡ്രസ്. सारे जग नू भुल गए सब नू रब मन्या तैनू साहिबा। कचिया सचिया मेरे